LOCയിലേക്ക് നമ്മളും ഈ സംഘത്തിനൊപ്പം ഇങ്ങനെ യാത്ര ചെയ്യുന്നത് പോലെയാണ്. ബുള്ളറ്റുകൾക്കെതിരെ ബുള്ളറ്റുകളിൽ എന്ന മുദ്രാവാക്യവുമായി കാലടി ശ്രീശങ്കര ജന്മസ്ഥാനത്ത് നിന്നും കശ്മീരിലേക്കുള്ള ചലോ LOC യാത്ര 3-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. 10 വനിതകൾ ഉൾപ്പെടെയുള്ള സംഘമാണ് കശ്മീരിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. യാത്ര ഇന്ന് ആന്ധ്രാപ്രദേശിലെ സോമലദൊഡിയിൽ എത്തി നിൽക്കുകയാണ്. ദേശീയോദ്ഗ്രഥനം എന്ന ആശയത്തെ മുൻനിർത്തിയുള്ള യാത്ര പുരോഗമിക്കുകയാണ്. നമുക്ക് ഇന്നും വിശേഷങ്ങളുമായി നമ്മോടൊപ്പം ടീം ക്യാപ്റ്റൻ ആർ രാമാനന്ദനും സംഘവും ചെയ്യുന്നുണ്ട്. രാമാനന്ദ്, ആന്ധ്രാപ്രദേശിലെത്തി. ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ ഏതാണ്ട് സേലത്തിനടുത്തുള്ളൊരു സ്ഥലത്തായിരുന്നു. ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ആന്ധ്രാപ്രദേശിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അതുവരെയുള്ള യാത്ര? അത് ഗംഭീരമായിരുന്നു. ഇന്നലെ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഇന്നലെ വിളിക്കുന്ന സമയത്ത് ഞങ്ങള് സേലത്തിനടുത്തായിരുന്നു. അതിനുശേഷം ശാന്തിഗിരി ആശ്രമം, ഹൊസൂരുള്ള ശാന്തിഗിരി ആശ്രമത്തിലായിരുന്നു ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ ശരിയാക്കിയിരുന്നു. അവര് വലിയ അവിടുത്തെ സ്വാമി ജ്ഞാന തപസ്സി, അദ്ദേഹം വളരെ താല്പര്യത്തോടു കൂടിയാണ് നമ്മളോട് പ്രതികരിച്ചത്. ഞങ്ങൾക്കും വരാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു. വളരെ നല്ല ഭക്ഷണമായിട്ട് ഒക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ: എനിക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ആശ്രമത്തിന് ഇത്രയും വലിയൊരു മൂവ്മെന്റിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള ചാരിതാർത്ഥ്യത്തിൽ നിൽക്കുന്നുവെന്നാണ്. അതിനുശേഷം ഹൊസൂർ വെച്ച് വലിയൊരു സ്വീകരണ പരിപാടി ഉണ്ടായി. അവിടെ ഒരു ഹിന്ദു സേവാ പരിവാർ എന്ന് പറഞ്ഞ സംഘടന വലിയൊരു സ്വീകരണ പരിപാടി ഹൊസൂർ വെച്ച് ചെയ്തു. അതിനുശേഷം ഞങ്ങള് ബാംഗ്ലൂരിലേക്ക് വന്നു. അവിടെ സർജാപൂർ സിറ്റിസൺ ഫോറവും സമന്വയ എന്ന് പറയുന്ന സംഘടനയും ചേർന്ന് വലിയ സ്വീകരണ പരിപാടി, റോഡ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. ഒരു 200ഓളം ആളുകൾ പങ്കെടുത്ത വലിയ പരിപാടിയായിരുന്നു. വേറെ ബൈക്കുകളൊക്കെ ആയിട്ട് വലിയ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടു. അങ്ങനെയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ അവര് പാക്ക് ചെയ്ത് തന്നിട്ടു. ഇടയ്ക്ക് വെച്ച് കഴിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി ഒക്കെ ചെയ്തു. കാണിക്കട്ടെ? തീർച്ചയായിട്ടും. രാമാനന്ദ്, ഓരോ ദിവസം കഴിയുന്തോറും അല്ലെങ്കിൽ ഓരോ പോയിന്റുകൾ കഴിയുന്തോറും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകരണം ഒരുപക്ഷെ നിങ്ങൾ തന്നെ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ള സ്വീകരണമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഓരോ സ്ഥലത്ത് നിന്നും ആളുകളുടെ പ്രതികരണം ഇതിനെക്കുറിച്ച് അറിയുമ്പോൾ അവർ കൂടാനുള്ള സന്നദ്ധതയൊക്കെ കാണിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇന്നലെയൊക്കെ ഗംഭീര പ്രതികരണമായിരുന്നു. നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ആളുകൾ തടിച്ചുകൂടുകയും ആളുകൾ എല്ലാവരും വലിയ സന്തോഷത്തിൽ, സ്നേഹത്തിൽ അവര് നമുക്ക് തരുന്ന ആ സ്നേഹം, കരുതൽ, ആദരവ് ഒക്കെ എന്താ പറയാ, അൺപാരലൽഡ്. തീർച്ചയായും നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സന്ദേശമുണ്ടല്ലോ, അതിനുള്ള സ്വീകരണം തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള തർക്കമില്ല. അത് ഏത് തരത്തിലായാലും ആ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുമുണ്ട്. അതെ, ഗംഭീരമായിട്ട് പോകുന്നു. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. മൂന്നാമത്തെ ദിവസം അങ്ങനെ പ്രത്യേകിച്ച് ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ആരും പറഞ്ഞായിട്ട് കാണുന്നില്ല. നമുക്ക് സമയമൊക്കെ എല്ലാ സ്ഥലത്തും ഒരുപോലെ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ ഗംഭീരമായിട്ട് യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമ്മള് ഏതാണ്ട് പുട്ടപർത്തിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്താണ്. ആന്ധ്രാപ്രദേശിലെ സോമലദൊഡി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതെ. അവിടെ എന്താണ് ഇന്നിപ്പോൾ അവിടെ കൂടുതൽ ആളുകളെ കാണുന്നുണ്ടോ? എന്താണ് അവിടെ എങ്ങനെയാണ് നിങ്ങൾ ഈ സോമലദൊഡിയുടെ ഒരു പ്രത്യേകത എന്താണ്? ഇല്ല, ഇവിടെ ഞങ്ങൾ ആരെയും കാണാൻ വേണ്ടി നിന്നല്ല. ഇവിടെ നമ്മുടെ ലൈവ് ഉള്ളതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ എല്ലാവരും ഒത്തുചേർന്നാണ്. നമുക്കൊരു പിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. ആ പിറ്റ് സ്റ്റോപ്പ് ഇപ്പൊ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ പുത്തമ്പുലരിയുടെ ലൈവിന്റെ സമയത്താണ്. ആ സമയത്താണ് ഞങ്ങൾ എല്ലാവരും കണ്ടുമുട്ടുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജിക് പോയിന്റ് ആണത്. അത് ഞങ്ങൾക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ് രാമാനന്ദ്. ഇത്രയും നല്ലൊരു സന്ദേശവുമായി നിങ്ങൾ പോകുമ്പോൾ അതിനൊപ്പം ഞങ്ങൾക്കും ഇങ്ങനെ യാത്ര ചെയ്യാൻ കഴിയുക. ഞങ്ങൾ പ്രേക്ഷകരോട് പറയുകയായിരുന്നു, പ്രേക്ഷകരും ഒപ്പം നിങ്ങളുടെ സംഘത്തിനൊപ്പം ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് LOC വരെ എന്ന്. ഏതായാലും ഇനി അടുത്ത പോയിന്റ് എവിടെയാണ് നിങ്ങൾ നിങ്ങൾക്ക് സ്വീകരണം ലഭിക്കുന്ന അടുത്ത പോയിന്റ് എവിടെയാണ്? അടുത്ത പോയിന്റിൽ അനന്ത്പൂരിൽ നമുക്ക് ഒരു ഭക്ഷണമൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് ഇനി ഒരു 100 കിലോമീറ്ററും കൂടെ സഞ്ചരിക്കണം. അതിനുശേഷം നമ്മൾ കർണൂലിലേക്കാണ് പോകുന്നത്. കർണൂലിൽ അവധൂത നാഥാനന്ദജിയുടെ സിദ്ധഗഞ്ചിലാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം. അവിടെ ഗംഭീര സ്വീകരണ പരിപാടിയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഞങ്ങളെ റിസീവ് ചെയ്യാൻ വേണ്ടി റൂട്ടിലേക്ക് വരുന്നുണ്ടാവും. അതൊക്കെയാണ് ഇന്ന് ഉച്ച വരെയുള്ള പരിപാടികൾ. ഉച്ചയ്ക്ക് ശേഷം ഹൈദരാബാദിൽ വലിയ റോഡ് ഷോ ഉണ്ട്. 2-2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന റോഡ് ഷോവിന് ശേഷം നമ്മൾ ഭാഗ്യനഗറിൽ കാലടി ശങ്കര ആശ്രമത്തിലേക്ക് പോകുന്നുണ്ടാവും. അപ്പൊ ഇന്ന് രാത്രി എവിടെയാണ് നിങ്ങൾ യാത്ര അവസാനിപ്പിക്കുക? ഇന്ന് രാത്രി കാലടി ശങ്കര മഠത്തിലാണ് താമസം. ശൃംഗേരി ശങ്കര മഠത്തിലാണ് താമസം.
അപ്പോൾ പറയൂ, നാളെ രാവിലെ നമ്മൾ എവിടെ വെച്ച് കണ്ടുമുട്ടും? പുത്തൻപുലരി പ്രേക്ഷകരും ഗ്രാമാനന്ദം സംഘം. നാളെ രാവിലെ ഓൺ ദ വേ ടു നാഗ്പൂർ ആയിരിക്കും. ആഹാ, നാഗ്പൂരിലേക്ക് പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടും. ഉറപ്പായിട്ടും ഞങ്ങൾ പ്രേക്ഷകരും കാത്തിരിക്കും. നിങ്ങളുടെ സംഘത്തിന് എല്ലാവിധ ഭാവുകങ്ങൾ നേരുന്നു. വീണ്ടും യാത്ര തുടരുക, നല്ല സന്ദേശം പങ്കുവയ്ക്കുക. യെസ്, ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ സോമലദൊഡ്ഡി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി നിൽക്കുകയാണ് ഈ സംഘം. അവർ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പുത്തൻപുരയിൽ എല്ലാ ദിവസവും ഈ സംഘം നമ്മോടൊപ്പം എത്തുന്നുണ്ട്. അത് LOC വരെ തുടരുകയും ചെയ്യും. നമുക്കുമൊപ്പം ഈ ശക്തമായൊരു സന്ദേശവും കയ്യിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ഇവർക്കൊപ്പം യാത്ര ചെയ്യാം.